അങ്ങനെ ഇതിന്റെ അലൈനർ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ഘട്ടത്തേക്ക് എത്തിയിട്ടു. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് മാറ്റാനാണ് ഞാൻ പോണത്. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് സെറ്റ് ഉണ്ടല്ലോ, എനിക്ക് അന്ന് ശോഭിതേച്ച് ഗിഫ്റ്റിൽ അയച്ചിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് 1 പീസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പൊ സെന്ററിലേക്ക് എത്തുമ്പോഴേക്കും ഇതേ ഞാൻ എത്തിയതും ബസ് വരലും ഒന്നിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ പട്ടാമ്പി ഇറങ്ങിയതും വിൻചേട്ടനെ ഞാൻ വിളിച്ചു. അവിടെ വിൻചേട്ടനും എത്തിയിട്ട് അപ്പൊ ആദ്യം നമ്മൾ പോയത് ഇവരുടെ ബജാജിന്റെ ഓഫീസിലേക്കായിരുന്നു. അവിടെ നമ്മുടെ ജിത്തുട്ടേട്ടനും ജിതിൻ ചേട്ടനും ഒക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ബജാജിന്റെ അപ്പുറത്ത് തന്നെയല്ലോ മറിയം ക്ലിനിക്കിലാണ് കേട്ടോ ഞാനിവിടെ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്. ക്ലിനിക്കിന്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ തേജ് ഉണ്ടെങ്കിൽ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാവും എന്നാട്ടോ ഞാൻ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ മുമ്പെപ്പോഴും ഞാൻ പറഞ്ഞപ്പോ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലിനിക്ക് എവിടെയാന്ന്. അപ്പൊ ക്ലിനിക്ക് വരുന്നത് നമ്മുടെ മേലെ പട്ടാമ്പിയില്ലേ അലക്സ് തിയേറ്റർ എത്തനേക്കാൾ മുന്നേ ആണ് കേട്ടോ മറിയം ഡെന്റൽ ക്ലിനിക്ക് വരുന്നത്. അങ്ങനെ നമ്മള് അലൈനറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോയത് നമ്മുടെ ലാലൂസ് കിച്ചണിലേക്കാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഉച്ച സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് ഇപ്പൊ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടാ. അപ്പൊ നേരെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മള് മെയിൻ ഇവിടെ നാടൻ ഫുഡാണല്ലോ, നാടൻ ചോറും പിന്നെ ചിക്കനും മീനും എല്ലാതും ഉണ്ട്. മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ടുണ്ടെന്ന് വെച്ചിട്ട് തന്നെ ആട്ടോ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും ഫുഡ് കഴിക്കാമല്ലോ ഇവിടെ നിന്ന് വിചാരിച്ചിട്ട്. ഇന്ന് പാലട പായസം ആയിരുന്നൂട്ടാ. പിന്നെ ഇത് നമ്മുടെ അയില മീൻ വറുത്തതാട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിൻചേട്ടനാട്ടോ ഈ മീൻ വറുത്തത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാന് ചിക്കൻ വരാലന്ന് കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ചിക്കൻ വരാലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ചിക്കൻ വരാലൊന്നും ഉണ്ടായിരുന്നില്ല, ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പൊ അതും കൂട്ടി. എന്തായാലും ചിക്കനും സൂപ്പർ ആയിരുന്നേ. കറികളിൽ സാമ്പാർ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാമ്പാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. വിൻചേട്ടൻ മീൻ കറി ആയിട്ട് എടുത്തത്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റത്തെ പായസം കേട്ടോ പാലട ആയിരുന്നു. അപ്പൊ പിന്നെ പപ്പടം കൂട്ടി പാലട കഴിച്ചാലാണ് പാലട കഴിക്കാനേ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പൊ അതും കഴിച്ചു. പക്ഷെ ഞാൻ ആ ഒരു ബൗൾ തന്നെയായിട്ട് കഴിച്ചുള്ളൂ. വിൻചേട്ടൻ 3 ബൗള് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഇത് അവർ വർത്താനം പറയട്ടെ. വിൻചേട്ടന്റെ ഫ്രണ്ട്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ കിരൺ ആൻഡ് രാജേന്ദ്രൻ. ഇവരാണ് കേട്ടോ വിൻചേട്ടന്റെ ഫ്രണ്ട്സ്. അങ്ങനെ അവരും നമ്മളിപ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ദൈ മിഠായില്ല, എള്ളു മിഠായി അതും വാങ്ങി. ഇത് ഭയങ്കര പണിയായിരുന്നു കേട്ടോ കടിക്കാൻ. ഞാൻ കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ടാണ് കടിച്ചത്. പിന്നെ നമ്മുടെ തേജപ്പന് വിൻചേട്ടൻ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് മീൻകറിയും അവൻ അയില വറുത്തതും സെപ്പറേറ്റ് നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. പിന്നെ റോട്ടിക്ക് ഇറങ്ങിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ലാഭമേളാന്ന് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പൊ അവിടുന്ന് കുറച്ച് ബക്കറ്റും കപ്പൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാ. പക്ഷെ നിങ്ങളിപ്പോൾ വിചാരിക്കും എല്ലാം പെട്ടെന്ന് തീർന്ന പോലെ തോന്നും. നമ്മൾ 1 മണിക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. എല്ലാം കഴിഞ്ഞിട്ട് 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് നല്ല ദാഹമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ പ്രകാശേട്ടന്റെ കടയിൽ പോയിട്ട് ഉപ്പിലിട്ട ഈ പേരക്കയില്ലേ അതും കഴിച്ചു. പിന്നെ അവിടുത്തെ മെയിൻ ജ്യൂസ് ഇല്ലേ ഓറഞ്ചിന്റെ അതും കുടിച്ചിട്ടാട്ടോ നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തുമ്പോഴേക്കും 4:30 നമ്മുടെ തേജ് വരേണ്ട നേരം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് നടന്നു പോയത്. എല്ലാം ഏറ്റി പിടിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.